ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ചിക്കൻ മസാല ഉണ്ടാക്കലാണ്. അപ്പോൾ അതിങ്ങനെയാണ് നമുക്ക് നോക്കാം. ചിക്കൻ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ചധികം മല്ലിപ്പൊടി എടുക്കുക. ശേഷം നല്ലോണം ചൂടാക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് ഗരം മസാലയും ചിക്കൻ മസാലയും കൂടി ചേർക്കാം. നന്നായി ചൂടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കരിയാൻ പാടില്ല. എന്നാൽ ഇതുപോലൊരു പാകത്തിന് നമുക്ക് കിട്ടുകയും ചെയ്യണം. ശേഷം ഞാൻ ഈ പൊടി എല്ലാം കൂടി എടുക്കുന്നില്ല, കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി ഞാൻ ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ചിക്കനൊക്കെ പുരട്ടി വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അങ്ങനെ ചിക്കനിൽ എരിവും മുളകും ഒക്കെ പിടിക്കാനായിട്ട് മല്ലി ഒക്കെ പിടിക്കണം. മസാല ഞാൻ ഇട്ടിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു അരമണിക്കൂറുള്ളത് അത് അവിടെ കിടക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത പണികൾ നോക്കാം. സവാളയും തക്കാളിയും ഞാൻ ഒരുമിച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയും തക്കാളിയും ഒരുമിച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിനകത്തേക്ക് ഒരു 12ഓളം ചെറിയ ഉള്ളി ഞാൻ ഇട്ടിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒന്നും ചെയ്തിട്ടില്ല, നേരെ അങ്ങനെ ഇട്ടതാണ് കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടിട്ടുണ്ട്. ഇതിനൊന്നും അളവ് ഞാൻ പറയുന്നില്ല, അതൊക്കെ നമുക്ക് അറിയാമല്ലോ. എങ്ങനെയാണ് എത്ര ചിക്കൻ്റെ കണക്കനുസരിച്ച് നമുക്ക് എടുക്കാം, എത്ര എടുക്കണം നമുക്കറിയാമല്ലോ. ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. കരിയാൻ പാടില്ല, എന്നാൽ നന്നായിട്ട് വഴലാണ് കേട്ടോ. ഈ സമയത്ത് നമുക്ക് കറിവേപ്പിലൊക്കെ ചേർക്കാം. നന്നായി വഴണ്ട് ഇതിൻ്റെ എല്ലാം ഒരു പച്ച കുത്ത് മാറി വരുന്നവരെ നന്നായിട്ട് വഴറ്റുക. നന്നായി വഴഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഈ മസാലയിൽ ഇത്തിരി ഉപ്പ് വേണമല്ലോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിടാം. മറക്കരുത്, ചിക്കനിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചതായിരുന്നു. പിന്നെ ബാക്കി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മസാലയും കൂടി അതിനകത്തിട്ട് ഒന്നെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. ശേഷം നമുക്ക് ആ ചിക്കൻ അതിനകത്തേക്ക് തട്ടാം. പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ചിക്കൻ ഞാൻ വെള്ളം ഒഴിച്ചിട്ടല്ല വേവിക്കുന്നത്. ഒരു നുള്ളു പോലും വെള്ളം ഞാൻ ഒഴിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത് തന്നെ വേണം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ അടുക്കി പിടിച്ച് പോകുമല്ലോ. മൂടി വെച്ച് വേവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശേഷം കണ്ടില്ലേ, ഏകദേശം ചിക്കൻ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ, നല്ല അടിപൊളി സ്മെല്ല്. പിന്നെ ഇത് ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്, ഞാനൊരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്ര വെള്ളം വേണ്ടെങ്കിൽ തുറന്ന് വെച്ച് വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കാനും മറക്കണ്ട. ശേഷം നമ്മുടെ ആവശ്യാനുസരണം മല്ലിയില തൂവി ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റോളം നമുക്ക് മൂടി വെക്കാം. അപ്പം നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു.